സർഗം കിച്ചണിൽ ഇന്ന് തയ്യാറാക്കുന്നത് ബീഫ് കൂർക്ക ഉലർത്തിയത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: കൂർക്ക ഉപ്പിട്ട് വേവിച്ചത് 1/2 കിലോ, ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചത് 1/2 കിലോ, നാളികേരക്കൊത്ത് 1.5 പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, പച്ചമുളക് 5 എണ്ണം നീളത്തിലരിഞ്ഞത്, സബോള 4 എണ്ണം നീളത്തിലരിഞ്ഞത്, വലിയ ജീരകം 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, ഗരം മസാല 2 സ്പൂൺ, കുരുമുളക് 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് 1 പിടി, വേപ്പില ആവശ്യത്തിന്. ആദ്യം ഗ്യാസ് കത്തിച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുക. നാളികേരക്കൊത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. നാളികേരക്കൊത്ത് ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നാളികേരക്കൊത്ത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഉള്ളി ചെറിയ കഷ്ണങ്ങളായി നോക്കിയിട്ട് ചേർക്കുക. ബ്രൗൺ നിറമാക്കുന്നത് വരെ വഴറ്റുക. 2 തണ്ട് കറിവേപ്പിലയും ഇതിൽ ചേർക്കാം. ഉള്ളിയും വേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പച്ചമുളക് നീളത്തിലരിഞ്ഞത് 5 എണ്ണം, നന്നായി മൂപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ചേർത്തെടുക്കുക. ഏകദേശം പാകമായിട്ടുണ്ട്. ഇതിലേക്ക് സബോള 5 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സബോള നന്നായി മുരിയാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിടുക. സബോള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, പെരുംജീരകം ആവശ്യത്തിന് എന്നിവ നന്നായി ചേർത്തിളക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫ് ചേർത്തിളക്കാം. ഇതിലേക്ക് 1 കപ്പ് ബീഫ് സ്റ്റോക്ക് ചേർത്തെടുക്കുക. പാകത്തിന്
കറിവേപ്പില എന്നിവ ചേർത്തിളക്കുക. ബീഫ് സ്റ്റോക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ച കൂർക്ക ചേർക്കാം. കൂർക്ക ചേർത്തിളക്കി നന്നായി വഴറ്റുക. നന്നായി ചേർത്തിളക്കി കുഴമ്പാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് കൂർക്ക ഉലർത്തിയത് പാകമായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായി കുഴമ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച നാളികേരക്കുത്ത് ചേർത്തിളക്കാം. ഉള്ളി വേപ്പില മൂപ്പിച്ചത് ചേർത്തിളക്കാം. കുറച്ച് മല്ലിയില വിതറാം. നമ്മുടെ ബീഫ് കൂർക്ക ഉലർത്തിയത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.